വാ കേറ്. അമ്മേ കേറി വാ. അമ്മേ ഞങ്ങള് വന്നൂട്ടാ. മോളെത്തിയോ? അമ്മ തിരക്കിലാ? ആ മക്കളെത്തിയോ? സ്കൂള് പൂട്ടിയില്ലേ? ഇനിയിപ്പോ ഒരു മാസം ലീവല്ലേ? നമുക്ക് അടിച്ചു പൊളിച്ച് ഇവിടെ ഇരിക്കാം ഒരു മാസം. അവളെവിടെ? അവളകത്തുണ്ട്. മോൾ നടക്കി അകത്തിരിക്കും. നടക്കും മോളെ നടക്കും. അമ്മ വാ ഇരിക്കാം. ഇരിക്കേ. പിന്നെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഞാൻ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോ അച്ഛൻ പുറത്തു തന്നെ വന്നാ വിചാരിച്ച. പിന്നെ അവനോ ജോലിക്ക് പോയോ? വിമലിനെ എപ്പോഴാ തിരക്കില്ലാത്ത? ഒരുമിച്ച് ഇങ്ങോട്ട് വരാൻ മോളെ എവിടെ ആക്കിയിട്ട് പോവാന്ന് പറഞ്ഞത്, അതിനൊന്നും വന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് വന്നതാ ഇവളെയും കൂട്ടിയിട്ട്. പിന്നെ അവന് ഓഫീസും കാര്യങ്ങളും തിരക്കൊക്കെ ഉള്ളതല്ലേ മോളെ. ഒഴിവ് കിട്ടുമ്പോ എന്തായാലും രണ്ടാളും കൂടി പിന്നെ ഒരു ദിവസം വരും. അല്ല ആന്റി എവിടെ പോയി അമ്മമ്മ? ആന്റി ഇവിടെ ഉണ്ടായിരുന്നതാണ്, കാണുന്നില്ലേ ഇപ്പൊ? എങ്ങോട്ട് പോയെന്തോ? ചേച്ചിയും ലച്ചുമൊക്കെ എത്തിയില്ലേ? ഞാൻ മുകളില് തുണി തോരടാൻ പോയതായിരുന്നു. ഞാൻ വന്നപ്പോ അമ്മോട് ചോദിച്ചു മഞ്ജു എവിടെയെന്ന്. മുകളിലായിരുന്നു അല്ലേ? ഞാൻ വെറുതെ ഇവളെന്നെ വെക്കേഷൻ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നാക്കാന്ന് വിചാരിച്ചു വന്നതാ. ഞങ്ങള് രണ്ടാളും ഓഫീസിൽ പോയി ഇവളെ നോക്കാൻ ആർക്കാ പറ്റുക? അതിനെന്താ ചേച്ചി, ഞാനിവിടെ ഉള്ളതല്ലേ, ഞാൻ അവളെ നോക്കിക്കോളാം. മോളെ അമ്മ കറി അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് നോക്ക്. അമ്മേ ഞാൻ നോക്കാം. മക്കളെ അമ്മ വെള്ളം കളിക്കൊണ്ട് വരാം കേട്ടോ. മോള് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അയ്യോ അമ്മേ, ഞാൻ കഴിക്കാൻ നിൽക്കണ്ടാവില്ല. മാസാവസാനായിട്ട് ഓഫീസിൽ നല്ല തിരക്കാ. ചെല്ലാൻ വൈകി കഴിഞ്ഞാൽ വിമലിന് ഇന്നത്തേക്കുള്ളതാവും. നിനക്ക് ഞാൻ വെള്ളം കളിക്കൊണ്ട് വരാന്ന്. അമ്മേ നാരങ്ങളും ഉപ്പിട്ട് കളിക്കാൻ മതി കേട്ടോ, വേറൊന്നും വേണ്ട. എന്നാ കൊണ്ടുവരാം മോളെ. എന്നാ മോളന്ന് വെള്ളം കുടിക്കേ. വന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ട് പോകുക എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് വല്ലാത്തൊരു വിഷമമാകും. മോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? രാവിലെ പുട്ടും പഴവും കഴിച്ചിറങ്ങിയതാ. ഞാനമ്മ ഇത് കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാട്ടാ. പിന്നെ എന്ത് ചെയ്യാൻ നിൽക്കാൻ സമയമില്ലാന്ന് പറഞ്ഞ? മോള് വാ മഞ്ജു. മോളെ. അമ്മേ ഞാൻ വന്നു. ആ കറിയൊന്ന് വാങ്ങി വെക്കായിരുന്നു. ഞാൻ ഇറങ്ങാട്ടാ. ഇത് അടുക്കളയിൽ കൊണ്ടേക്കാ. ശരിട്ടാ മഞ്ജു. അവൻ വിളിച്ചാ പറയും. വണ്ടിയുടെ കീ വേണ്ടേ? വണ്ടിയുടെ കീ മറന്നായിരുന്നു ഇപ്പൊ തന്നെ. ശരിട്ടാ മോളെ, ഒതുങ്ങി നിക്കട്ടാ. ശരിട്ടാ മോളെ, വികൃതി കാണിക്കല്ലേ. ആന്റീനെ അമ്മമ്മേനൊന്നും ബുദ്ധിമുട്ടിക്കല്ലേ ട്ടാ. പിന്നെ ഞായറാഴ്ച വരണേ? വരാം. എന്തെങ്കിലും ആവശ്യമെങ്കിൽ വിളിക്കട്ടാ. എല്ലാം വേണ്ട, ഇതിന്റെ മുകളിൽ മണ്ടയ്ക്ക് കയറാം. ഇവിടെ നാല് കാണുന്നില്ലല്ലോ. മോളെ വീഴണ്ട. മോളെ നമ്മൾ നോക്കണേ. ലച്ചു മോളെ ഇറങ്ങി വാ. വാ വീഴു നീ. വാ ഇറങ്ങി വാ. ഇറങ്ങി വാ. എന്ത് ഇത്ര വലിയ കുട്ടിയായിട്ട് ഇത്രയും വികൃതി? അല്ല എന്താ അവിടെ എന്തോ ഒരു ഒച്ച സൗണ്ട് ഒക്കെ? അവിടെ എന്തോ പണി നടക്കണ്ടതാ. വാ. വാ. ഇതുപോലത്തെ വള എനിക്ക് വാങ്ങി തരുമോ? ആന്റിന് ഗുരുവായൂർ പോകുമ്പോ കൊണ്ടുവരാട്ടോ. ഗുരുവായൂർ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് വളയുടെ. ഇതൊക്കെ പൊട്ടിയിരുന്നല്ലോ. അതെ, ആന്റി കവറിൽ അങ്ങനെ വെച്ചിട്ടേ പോയതാ. ഇതിന് കവർ എവിടെ മോളെ? കവർ എടുത്തേ, കവറിലാക്കി വെക്കും. താങ്ക് യു. ഇതിലേതാ ഭംഗി? ഇതാണോ ഇഷ്ടായത്? അപ്പൊ ഇത് നോക്കട്ടെ. മാറിഷ്ടായോ? അയ്യോ സോറി. അയ്യോ മോളെ പൊട്ടിയില്ലേ? സോറി, ഞാൻ നന്നാക്കാൻ കഴിയാൻ നോക്കട്ടെ. അതിന് പറ്റില്ല, സാരില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതായിരുന്നു അങ്കിള് വന്ന സമയത്ത്. സാരില്ല മോള് വിഷമിക്കണ്ട കേട്ടോ. അത് സാരില്ല മോളെ, ഇതൊക്കെ ഉണ്ടാവും, മാലയല്ലേ. എന്റെ മോള് വന്ന് ഭക്ഷണം കഴിക്കാണ്ട് പോയി. ലച്ചു ലച്ചു അവള് വന്നു കഴിഞ്ഞ് ഏത് നേരവും മേലെയാ ആന്റിന്റെ കൂടെ. മോളെ ഭക്ഷണം കഴിക്കാൻ വാ. അമ്മമ്മ വിളിക്കണ്ട് തോന്നുന്നു മോളനെ. അമ്മമ്മേ ഞാനിതാ വരുന്നു. ഇവിടെ വന്ന എപ്പോഴും അങ്ങനെ. അത് പോയി കഴിച്ചിട്ട് വന്നാല്. ഞാൻ ആന്റിന്റെ കൂടെ കളിക്കാണ്ട് വന്നു.
ഇവരെവിടെ പോയി കളിക്കുക? ഇവള് വന്നു കഴിഞ്ഞ ഇങ്ങനെയാണല്ലോ. ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വലിയ പണിയാ. മഞ്ജു, ഓ ഇവിടെ ഇരിക്കുക രണ്ടും കൂടെ. നിങ്ങൾ വല്ല കഴിക്കും മോളെ. നിന്റെ അമ്മീനെ എന്നെയായിരിക്കും വഴക്ക് പറയാ. അമ്മന്റെ അടുത്ത് കൊണ്ടാക്കി എന്റെ മോളെ കോലം ഇല്ലാണ്ടായി പറയും. അവിടുന്ന് വരുമ്പോ ഒരു കോലമില്ല, പക്ഷെ അത് അമ്മയ്ക്ക് അറിയില്ല. വാ അങ്ങോട്ട്. ആ അമ്മേ, ഞാനിപ്പോ പറഞ്ഞതാ മോളോട്, അവൾക്ക് ഇപ്പൊ വിശക്കണില്ല അത്രേ. അമ്മ എനിക്കിപ്പോ വിശക്കുന്നില്ല, ഞാൻ കുറച്ചായിട്ട് വന്ന് കഴിച്ചോളാം. മഞ്ജു, മോള് വന്ന് കഴിച്ചോട്ടാ. അവള് വിശക്കുമ്പോ വന്ന് കഴിച്ചോട്ടെ. ആ അമ്മേ, ഞാൻ വന്നോളാം. എനിക്ക് എന്തായാലും വിശക്കുണ്ട്. ഞാൻ ഇവളെയും കൂട്ടി വരാം. ആ മോളെ, കാട്ടിൽ കൈയിടുമ്പോ സൂക്ഷിക്കട്ടാ, എന്തെങ്കിലും ഉണ്ടാവും. ആന്റി നമുക്ക് ആ പുഴയില് പോയാലോ? മോൾക്കറിയോ അങ്ങോട്ട് പോവാ എങ്ങനെയാണ്? ഓ, അവിടെ മീൻചായൊക്കെ ഉണ്ട്, നല്ല രസമാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇറങ്ങാൻ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുത്ത് തിരിച്ചു. ആ, എന്നാ നമുക്ക് അങ്ങ് പോയേക്കാം. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇതിന് മുന്നേ ഇവിടെ വരുന്നതിനെ കൊണ്ട് അറിയാം. നമുക്ക് പോത്ത് തൊട്ട് നോക്കണ നോക്കണ എവിടെ പോയി പോയി പോയി. ആന്റി, ഇതെന്താ വെള്ളത്തില് മരം? ഇത് കണ്ടൽക്കാട് പോലെ വരണത്. നമുക്കൊരു സെൽഫി എടുക്കുക. വേഗം പോണം. അമ്മ അവിടെ എല്ലാ പണിയും ഒറ്റയ്ക്കാ ചെയ്യണ്ടാവുക. പിന്നെ വല്ല ചീത്തയും പറയും. ഇല്ല, അമ്മമ്മ വരാൻ നേരത്ത് ഞാനും വരുത്തുണ്ടല്ലോ അമ്മമ്മനെയും കൂട്ടി. അമ്മമ്മക്കറിയാം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ ആന്റിനെയും കൂട്ടി ഇങ്ങോട്ടൊക്കെ വരുന്നു. ആണോ? എന്നെ ചീത്ത പറയില്ലല്ലോ. ആന്റി വന്നിട്ടില്ലെങ്കിൽ അമ്മമ്മനെയും കൂട്ടി വരും. കുറച്ചുകൂടെ നിന്നിട്ട് പോവാം, അമ്മമ്മക്ക് അറിയാം. വേണ്ട, അമ്മമ്മ ഒന്നും പറഞ്ഞില്ലെങ്കിലേ ആന്റി ചെയ്യേണ്ട ചില ജോലികളില്ലേ വീട്ടില്, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. വാ വാ, വേഗം നടക്ക് കുട്ടി. ഇതിൽ നല്ല അമ്മമ്മനെയും കൂട്ടി വരുന്നതാ. ആ, വൈകിട്ട് നമുക്ക് അമ്മമ്മേനെയും കൂട്ടി വരാം. എന്താ മീനുള്ളത്? മീന് അയില, മത്തി, ചെമ്മീന്, മാന്തൾ. മത്തി മതിയല്ലേ മോളെ? അതെന്തറിയോ, ഇവളുടെ അമ്മയ്ക്ക് അവിടെ മത്തി ഒന്നും വാങ്ങിട്ട് കറി ഉണ്ടാക്കി നിൽക്കാൻ സമയം ഉണ്ടാവില്ല. അവർ നേരത്തെ ജോലിക്ക് പോകുന്നില്ല. മത്തി വാങ്ങിക്കല്ലേ? മത്തി നല്ല കാൽസ്യമുള്ളതാ. 100 രൂപയ്ക്ക് മത്തി തരാം. വെക്കേഷനായിട്ട് കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാ, പക്ഷെ ഫുൾ ടൈം പുറത്താ. നല്ല മത്തി അല്ലേ? ചെറിയ മത്തി നല്ലതാ അല്ലേ? ഞാൻ പൈസ എടുത്തില്ല, പൈസ എടുത്തിട്ട് വരെ ഇപ്പൊ കൊണ്ടുവരാം. മീനിന്റെ ശബ്ദം കണ്ട പോകുമെന്ന് പറഞ്ഞിട്ട് ഓടിയതാ വീട്ടിൽ നിന്ന്. സാറില്ല മതി. 100 രൂപ അല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ബാ. നിങ്ങളുടെ മീൻ എവിടെ നിന്ന് വാങ്ങിക്കുക? മാർക്കറ്റിൽ പോയിട്ട്? ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോകും. ഇവിടെ ആര് പോകാനേക്കാളും മത്തിയ മോളെ ഇന്ന് കിട്ടിയത്. ആമ്മേ, മത്തി മതി, അതന്നെ നല്ലത്. അല്ല അമ്മമ്മ, ഈ മീൻകാരൻ എന്താ എപ്പോഴും 2 മണിക്ക് വരുന്നത്? മുമ്പ് രാവിലെയും വരും വൈകുന്നേരവും വരും. ഫ്രിഡ്ജിൽ വെച്ച മോളെ ഫുൾ സമയം പുറത്ത് തന്നെയല്ലേ? വാ അമ്മമ്മ. മോള് വന്നിട്ടുണ്ടായിരുന്നു, അവള് പോയി. ഇപ്പൊ ലച്ചു ഇവിടെ ഇരിക്കുന്നുണ്ട്. അവള് എഴുതിട്ട് പോയതാ. മോളോട് പോയി. ആര്? ലച്ചുവാ? ലച്ചു അതുകൊണ്ട് അമ്മ ഇതിന് പനിക്കുന്നു തോന്നുന്നു. മേലൊക്കെ ചുടുന്ന പോലെ ഉണ്ട്. അമ്മയോട് പോയി. കൊണ്ടാക്കിട്ട് പോയി. അമ്മ കൊണ്ടാക്കിട്ട് പോയി. ഹലോ. ഏട്ടാ, ഞാൻ അടുക്കളയിലാണ്, 1 മിനിറ്റ്.
ആ ഞാനേ അരി ഒന്ന് കൊട്ടുമായിരുന്നു. ആ പിന്നെ ഞാൻ മെസ്സേജ് അയച്ചത് എന്താണെന്നറിയോ? ഞാനൊന്ന് വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. മതിയേട്ടാ, എനിക്കിവിടെ നിന്ന് മതിയായി പോയി. ആ പെണ്ണിനാണെങ്കിൽ എന്ത് വികൃതി എന്നറിയോ? എന്നെ കൊണ്ടാവില്ല കേട്ടോ നോക്കാൻ. അത്രയും ബുദ്ധിമുട്ടാണ് ഞാൻ അതിനെ കൊണ്ട് ഇവിടെ. അത് മാത്രല്ല, അത് വന്നതിന് ശേഷം അമ്മ ഇപ്പൊ ഫുൾ സമയം അതിന്റെ പിന്നാലെയാ. വീട്ടിലത്തെ ഒരു പണി അമ്മ ഇപ്പൊ ചെയ്യണില്ല, എല്ലാം ഞാനാ ചെയ്യണേ. എനിക്ക് മതിയായി പോയി. ധന്യേച്ചിക്ക് എന്താ മോളെ നോക്കാൻ പറ്റില്ലേ? ഇത്രയും വികൃതിയല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നാക്കണത്. അല്ലെങ്കിൽ അതിനെ അതിന്റെ വീട്ടിൽ തന്നെ ഇരുത്തിയാ പോരെ. ഇത്രയും വലിയ പെണ്ണായിട്ട് എന്ത് വികൃതിയാന്ന് അറിയോ? എന്നെ അടി കിട്ടാതെ രക്ഷപ്പെട്ടത് അവളുടെ ഭാഗ്യം. ആ ഏട്ടാ, എന്റെ സാധനങ്ങൾ എടുത്ത് ഓരോന്നോരോന്നായിട്ട് നാശാക്കിക്കൊണ്ടിരിക്കുക. അന്ന് നമ്മൾ പോയിട്ട് ഞാൻ അന്ന് അത്രയും ആഗ്രഹിച്ച ഏട്ടൻ എനിക്ക് മേടിച്ചെന്ന മാല അത് പൊട്ടിച്ചു വന്ന ഉടനെ. അത് പോട്ടെന്ന് വെച്ചു, ചെറിയ കുട്ടിയല്ലേ. പിന്നെ അതിന് വികൃതിക്കിന് കേറി 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 വന്ന് എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ചു തുടങ്ങി. ഞാൻ എന്തായാലും പോവും. ഏട്ടൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് നിക്കാൻ വയ്യ. ഞാൻ എന്റെ അമ്മേനെ വിളിച്ചിട്ട് എന്നെ കൊണ്ടുവരാൻ വരാൻ പറയാ. എനിക്കാവില്ല ഏട്ടാ, വീട്ടിലെ പണിയും അവളെ നോക്കലും എല്ലാം കൂടിയിട്ട്. എന്റെ എല്ലാ സാധനവും എനിക്ക് ഒരു സാധനം വെക്കാൻ നിവർത്തിയില്ല, ഒക്കെ പൂട്ടി വെക്കേണ്ട അവസ്ഥയാവും. കണ്ണ് തെറ്റി എടുത്തുകൊണ്ട് നശാക്കും. ശരി എന്നാ, ഞാൻ ഒന്ന് പോവാ. അമ്മേനെ വിളിക്കട്ടെ നീ. മോളെ അതൊക്കെ ഇങ്ങനെ ഇട്ട് കാലിൽ എവിടെയും കുത്തണ്ട. കമലൊക്കെ ഇന്നെ എടുത്തു പോയി, ആന്റിന്റെ അല്ലേ. അമ്മേ, ചായ ഉണ്ടാക്കാം. ആ ഉണ്ടാക്കി തരാം മോളെ. അമ്മേ, ഇതാ ലച്ചു കാണിച്ചതാ? ആ ലച്ചു കളിക്കുന്ന. അയ്യോ അമ്മ, എന്റെ സാധനങ്ങൾ അമ്മയ്ക്ക് ഒരു വാക്ക് അവളോട് പറയായിരുന്നില്ല. ഞാൻ പറഞ്ഞു, അവൾ ഇങ്ങനെയാണ് ഇടയ്ക്കങ്ങായി. അമ്മ, എന്റെ വളയൊക്കെ പൊട്ടിച്ചു അമ്മ. ഞാൻ എടുത്തു വെക്കാം മോളെ, എവിടെ ഇരുന്നോട്ടെ, ഞാൻ എടുത്തു വെച്ചോളാം. അമ്മയ്ക്കൊന്നും പറയായിരുന്നില്ല? ഏട്ടൻ വന്നപ്പോ വാങ്ങിച്ചെന്ന സാധനങ്ങളല്ലേ. ഇങ്ങനെയാണ് കുട്ടികളല്ലേ, അതാണ് കണ്ടു കഴിഞ്ഞാൽ പറത്തിട്ട് വളയൊക്കെ പൊട്ടിച്ചു. അവൾക്ക് ദേഷ്യമില്ല, അവളുടെ അമ്മന്റെ ഇങ്ങനെ തന്നെയൊക്കെ ഓരോന്നോരോന്നോരോന്ന് എടുത്തിടും. അതന്നെ ഇവിടെ വന്നപ്പോഴും അവൾ അതുപോലെ വിചാരിച്ച് ചെയ്തായിരിക്കുന്നു. എനിക്ക് ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഏട്ടൻ വരണം, അത് അമ്മയ്ക്ക് അറിയണത് തന്നെയല്ലേ. അയ്യോ നാശാക്കി. ലിപ്സ്റ്റിക് ഒക്കെ തുറന്നു വെച്ചിട്ടാ പോയേക്കണ. ഇതിന്റെ അടപ്പ് എവിടെയാ? അമ്മ ഒന്ന് നോക്കണ്ട അമ്മേ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട്, ഞാൻ ചേത്ത് പറഞ്ഞ് പിടിയിട്ട് പോയതാ. അവളെവിടെ എന്നിട്ട്? ലച്ചു ഒക്കെ നാശാക്കിട്ടു. ഈ കുട്ടിക്ക് എന്ത് കുരുത്തക്കേടാ. ലച്ചു മോൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിനിപ്പോ മേലപ്പോ എന്തെങ്കിലും വലിച്ചിടുന്നുണ്ടാവും. കുട്ടികൾ സ്കൂളിൽ കൂട്ടിക്കഴിഞ്ഞ് കുട്ടികളെ കൊണ്ട് വല്ലാത്തൊരു പാടാണത്. മോളെ, കുരുത്തക്കേട് കുറച്ച് കുറക്കിട്ടോ, ഇനി അവിടെ ഒന്നും വലിച്ചിടല്ലേ. എനിക്കൊരു വികൃതിയതിനെ എല്ലാ സാധനങ്ങളും നാശാക്കും. എവിടെ ഇത് കൂട്ടി വെക്കാൻ പറ്റുക? നീ എന്തിനാ പോളിഷ് എടുത്തേ? ആരോട് ചോദിച്ചിട്ടാ നീ ഇതെടുത്തേ? നിന്നോട് എടുക്കലേന്ന്. റൂമിൽ പോണീച്ച് എനിക്ക് കാണണ്ട. ഇനി മേലാൽ എന്റെ എന്തെങ്കിലും സാധനങ്ങൾ നീ എടുത്താലേ, എന്റെ സാധനങ്ങൾ എന്തെങ്കിലും നീ കൈ കൊണ്ട് തൊട്ടാ പോന്നെ ഓടിച്ച് ശരിയാക്കണം. തള്ള ആകെ വളർത്തി നാശാക്കി വെച്ചേക്കുക. എല്ലാ സാധനങ്ങളും നശിപ്പിക്കാനായിട്ട് വന്നതാ. വെറുതെ അടിച്ച
ആന്റി ഇത്രയും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. മോളെന്തെടുത്ത് മോളെന്ത് ചെയ്തു? അവിടെ പോയി എന്ത് ചെയ്തു? ഞാൻ ഈ നെയിൽ പോളിഷ് ഇട്ടപ്പോ എന്നെ മേടിച്ച് കൊറേ അടിച്ച്. അടിച്ചോ? ഒരു അടിയൊന്നുമല്ല, കൊറേ തവണ അടിച്ചു. നമുക്കെന്താ അവളെ കുട്ടിയാണെന്നുള്ളത് മനസ്സിലാകാനുള്ളതില്ലല്ലോ. സ്കൂൾ കൂട്ടിട്ട് കുട്ടി കുറച്ച് ദിവസം ഇരിക്കാൻ വന്നതല്ലേ. ഇങ്ങനെ അടിക്കാൻ അവൾ ഇവിടെ തന്നെ എന്തെങ്കിലും വെറുപ്പ് പോലെ മോളെ പറയുന്നത് കണ്ടത്. പിന്നെ മോൾ അവിടെ പോയി നെയിൽ പോളിഷ് ആരാ പറഞ്ഞത്? മോളുടെ അമ്മന്റെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അവരുടെയൊക്കെ എടുത്താലോ? സാരമില്ല, മോള് കരയണ്ട. സാരമില്ല മോള് കരയണ്ട. ആന്റി എന്നോട് നല്ല ഫ്രണ്ട്ലി നിൽക്കുന്നതിനെ കൊണ്ട് ഞാൻ എടുത്തിട്ടതല്ലേ. സാരമില്ല മോള് കരയണ്ട. ഇത്തിരി ശല്യത്. അമ്മ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം, എന്നെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാ. എനിക്കിവിടെ നിക്കാൻ വയ്യനി. അത്രയും ഞാൻ സഹിച്ചു. എനിക്ക് തലയ്ക്ക് പ്രാന്ത് വരാൻ തുടങ്ങി. എന്താ ആ പെണ്ണിനെ കൊണ്ടുള്ള ശല്യം? ഇന്ന് ഞാൻ 2 എണ്ണം കൊടുത്തു അതിനെ. ഇനിയിപ്പൊ അതിന്റെ പേരിൽ എന്ത് പുകിലുണ്ടാവാൻ പോണെന്ന് അറിയില്ല. അമ്മ പെട്ടെന്ന് വരണം കേട്ടാ. എന്റെ എല്ലാ സാധനങ്ങളും എടുത്ത് നാശാക്കുക. എന്നെ ഉപദ്രവിക്കുന്നതും ഇതൊക്കെ നാശാക്കേണ്ടതൊക്കെ കാണുമ്പോ ഇവിടുത്തെ തള്ളയാണെങ്കിൽ നോക്കി ചിരിക്കും. കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇത് കുട്ടിയാണോ? അതിന്റെ തള്ളയാണെങ്കിൽ അതിനെ നോക്കാൻ വയ്യാതെ ചന്തയിൽ കൊണ്ടുവന്ന് തള്ളണ പോലെ ഇവിടെ തള്ളിയിട്ട് പോയതാ. ആ പെണ്ണാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ കൊരങ്ങന്റെ കളിയാ കളിക്കണത്. തള്ളയും തന്തയൊക്കെ അതിനനുസരിച്ചുള്ള കുഞ്ചിരാമന്റെ കളി അതിനോട് ഇങ്ങനെ കൊഞ്ചിച്ച് ഇങ്ങനെ നടക്കുക. എനിക്ക് പറ്റില്ല. ഞാനേ സഹിക്കാൻ പറ്റാവുന്നതിന്റെ പരമാവധി സഹിച്ചിട്ടാണ് എന്റെ എല്ലാ സ്നേഹങ്ങളും വന്ന അപ്പൊ തുടങ്ങിയതാ. ഓരോന്ന് നാശാക്കാനും ഉപദ്രവിക്കാനും ഓരോന്ന് പറയാനൊക്കെ. അമ്മ പെട്ടെന്ന് വരുമോ? എന്തായാലും വരുമോ? ഇല്ല, ഞാൻ അമ്മോട് പറഞ്ഞിട്ടില്ല. അമ്മ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് വരുമോ? ഏട്ടനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ റെഡിയായി നിൽക്കാം. ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കട്ടെ. ശരി. ഞാൻ ആ പെണ്ണിനെ ഇനി നാശം എടുത്ത് പോയിട്ടോ ഞാൻ ഈ പടി കയറുള്ളൂ. പെണ്ണിന്റെ വരവ് ഇതോടെ നിർത്തണം. മോൾ അമ്മൻ്റെ അടുത്തൊന്നും പറയണ്ട കേട്ടോ. സാരമില്ലടാ, മോളൊന്നും പറയണ്ട അമ്മൻ്റെ അടുത്ത്. എത്ര നേരമായി മോളെ നീ ഇങ്ങനെ കരയുന്നത്? എപ്പോ തുടങ്ങിയതാ? ഇനി കരയണ്ട എൻ്റെ കുട്ടി, ഇനി കരയണ്ട. ഉറങ്ങിക്കോ. ഒന്നും കഴിച്ചിട്ട് ബെല്ലടിക്കുന്നത്. ഉറങ്ങി ഇത്ര കരഞ്ഞറിയോ? എന്തായാലും പറയുകയാണെങ്കിൽ പൊട്ട കുട്ടിനെ അടിച്ചാലോ? അറിയില്ലട്ടടാ, എന്നിട്ട് പറയും. നമ്മളെ വിശ്വസിച്ചില്ല ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോകുന്നത്. കുഞ്ഞല്ലേ അത്, ഇനി അടിക്കേ? നമ്മൾ എന്തെങ്കിലും പറയാൻ പറ്റും? എന്തെങ്കിലും പറഞ്ഞ 1-9 വിളിച്ച് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. പെണ്ണിന് എല്ലാ സൗകര്യം കൂടുമ്പോഴേ ആ കോഴിമുട്ട പോലുള്ള വീട്ടിലേക്ക് വറ്റേ പറഞ്ഞിട്ട് വിളിക്കണം. അവൾ എന്തിനു വിളിച്ചതാ? ഞാൻ എത്തട്ടെ. എവിടെ ഒന്നിനും മുമ്പിൽ കാണുന്നില്ലല്ലോ. ചോറ് ഊണ് കണ്ടിട്ട് ഉറങ്ങുകയായിരിക്കും. അമ്മേ വരൂ. ചോറ് ഊണ് കഴിഞ്ഞ് ഉറങ്ങുകയായിരിക്കും അല്ലേ? എന്തിനാ വരുന്നു? ഞാനിവിടെ എവിടെയെങ്കിലും ഇരിക്കുക. അതുപോലെ
അമ്മായിയമ്മയുടെ ഉറങ്ങുണ്ട് ആ പെണ്ണിനെയും കൊണ്ട് മുകളിലേക്ക് പോയിട്ട്. അല്ല പേടിക്കണ്ട കേട്ടാ, ഇവിടെ ആ. സ്ഥിരം വരുന്ന നായ. ആ, ആ, ആ. ഇവിടെ ആ പെണ്ണിനും തള്ളക്കൊന്നും തീരെ ഇഷ്ടല്ല. ഉം. ഞാൻ വല്ലതും കൊടുക്കും. അപ്പൊ നിന്നെ കണ്ടിട്ട് വരികയായിരിക്കും. ഉം. നന്നായി അത്. പിന്നെ അമ്മായിയമ്മയുടെ ഉറങ്ങല്ലേ, അകത്ത് പോണം. അകത്തിന് സംസാരിക്കാം. പിന്നെ വായോട്ടാ. അല്ല നീ എന്തിനു വരാൻ പറഞ്ഞത് എന്നെ? ഇവിടെ നിന്ന് തിന്നത് കൂടി പോയിട്ടാണോ? അവളോട് നീ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടാ? അമ്മേ, അവിടുത്തെ പോലെ ഇങ്ങനെ കിടന്ന് വെച്ചിട്ടുണ്ടോ? ഒന്നിപ്പോ അതൊക്കെ സംസാരിക്കും. അമ്മ മുകളിൽ കിടന്നുറങ്ങുന്നുണ്ട്. കൂടെ ആ പെണ്ണുണ്ട്. എന്ത് വികൃതി എന്നറിയാ പെണ്ണിന്റെ. എനിക്കൊരു സമാധാനം എന്ന് പറയുന്ന പെണ്ണ് തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്. അതിനാ പെണ്ണിന്റെ ശല്യം ഉണ്ടെങ്കിലേ നീ അങ്ങോട്ടാണോ വരുന്നത്? അതാ പെണ്ണിന് എന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചിട്ട് പെണ്ണിന് കഴിക്കാനല്ലേ നോക്കേണ്ടത്? ഇത് എനിക്ക് 5 പൈസ കയ്യിലുമില്ല, ഒന്നുമില്ലാത്ത രാജേശ്വരിന്റെ വളയും വാങ്ങിയിട്ടിട്ട് വന്നതാ. പിന്നെ നോക്ക്, കളറും പോയി കിടക്കുന്നത്. നല്ല കാര്യമുണ്ട് എനിക്ക്. ഞാൻ ഓട്ടോ പിടിച്ചൊന്ന് ഓട്ടോ അവിടെ നിൽക്കുന്നു. ഇത് അമ്മാമ്മയാ? ഇതാരാ അത്? മോളമ്മയാ? ഞാൻ മേലെ പോയി ലേശം കിടന്നായിരുന്നു. ആരാ കോളിംഗ് ബെല്ല് അടിച്ചവരെ നോക്കാൻ വന്നതാ. എന്താ പെട്ടെന്ന്? ആ, ഞാൻ അവിടെ ഉത്സവമാണ്, അപ്പൊ അവളോടൊന്ന് പറയട്ടെ, പിന്നെ നിങ്ങളോട് എല്ലാവരോടൊന്ന് പറയാന്ന് പറഞ്ഞിട്ട് വന്നതാ. ആ, ഉത്സവമാ? ആ, ശരി. പിന്നെ മോനും മരുമോളൊക്കെ ഇല്ലേ അവിടെ? ഓ, മോനും മരുമോളും എല്ലാം ഉണ്ട്. അതിന് മരുമോള് പറയാൻ പറ്റത് രാക്ഷസില്ലേ, രാക്ഷസം. അല്ല, അവള് രാജ്ഞി പോലെയല്ലേ അവിടെ ഇരിക്കുന്നു. നല്ല മോൾക്ക് അറിയുന്നതല്ലേ. രാജ്ഞിനെ പോലെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കലും നടത്തലും എല്ലാം അവള് തന്നെയാ. നല്ലൊരു മോളാ. ആ, മോളെ കുട്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയോ ചെറിയൊരു വികൃതിയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് മേലെ പോയി കിടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കൂടെ പോയി കുറച്ചു നേരം കിടന്ന് ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി. എന്നാലും നിങ്ങൾ അമ്മയും മോളും കൂടി സംസാരിച്ചിരിക്കും, ഞാൻ ചായ എടുക്കാം. ആ, അമ്മ വരും, അകത്തേക്ക് വരും. ഇവിടെ ഇരുന്നിട്ട് ഓരോ പൊട്ടത്തരം വിളിച്ചു പറയണ്ട. ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞ? അയ്യോ, ഇതൊരു അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ നടക്കുന്ന കാര്യല്ലേ, നിനക്ക് ഇവിടെ വന്ന് വിളമ്പേണ്ട ആവശ്യം എന്താ? ശരി, വരൂ. എന്തിനാ അടയ്ക്കുന്നു? ഇല്ലെങ്കിൽ ഇപ്പൊ വന്ന് തുറന്നു നോക്കിയാലോ? ആ പെണ്ണിന് എണീറ്റ് വന്നാലും മതി. കണ്ടില്ലേ ബെഡ്ഷീറ്റൊക്കെ ആ പെണ്ണ് വന്ന് കുത്തി മറിച്ചിട്ടേക്കണത്. അതിന് എനിക്കെന്താ? ഇത് വിരിയന്നല്ലേ കുറച്ചിങ്ങോട്ട് ആക്കിയത്. അതിന് എനിക്കൊന്ന് കൈകൊണ്ട് അങ്ങോട്ട് ആക്കിങ്ങാണ്ട് എന്താ പോരെ? അതിനാണ് ഇപ്പൊ ഇത്രയും വലിയ പുകിലുണ്ടാക്കിയത്. അത് മാത്രല്ല, കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായി. എന്റെ എല്ലാ സാധനങ്ങളും ആ പെണ്ണെടുത്ത് നാശാക്കി വെച്ചു. ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അതെ എന്റെ സാധനങ്ങൾ, ലിപ്സ്റ്റിക്കും വളയും, എനിക്ക് എത്ര വള ഉണ്ടായിരുന്നു അറിയോ, എല്ലാം അവള് പൊട്ടിച്ചു. നീ പെണ്ണെ, നീ എന്ന് ലിപ്സ്റ്റിക്കും ഇത്രയും സാധനങ്ങളൊക്കെ കണ്ടത്? ഇവരുടെ വീട്ടിൽ വന്നപ്പോഴല്ലേ? നീ അവിടെ നിന്ന് എന്താ ചെയ്യുന്നത്? നീ ലിപ്സ്റ്റിക് ഒക്കെ അടിച്ചുകൊണ്ട് നടക്കലാണോ പണി? ഇവര് പൊങ്ങച്ചം കൂടിയപ്പോഴാണ് ആ കുട്ടിനെ കൊണ്ട് നീ ഇങ്ങനെ കാണിക്കുന്നത്. എന്റെ അമ്മായിമ്മക്കില്ലല്ലോ. അമ്മ ഇവിടെ വന്നത് എന്നെ സപ്പോർട്ട് ചെയ്യാനാണോ അതോ അവരെ സപ്പോർട്ട് ചെയ്യാനാണോ? എടി, വിവരം കിട്ട് സംസാരിക്കണ്ട. അവരെന്തെങ്കിലും കുറ്റം ചെയ്താലല്ലേ അവര് കുറ്റം പറയാൻ പറ്റൂ. നീ അല്ലെങ്കിൽ അവർ നിന്റെ വീട്ടിൽ പോയി ഇരുന്നവർ നീ എന്ത് ചെയ്യും? എനിക്ക് അറിയില്ല അവരുടെ സ്ഥിതി എന്താന്നുള്ളത്. അതൊക്കെ നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾക്കുള്ളതാ. ഏട്ടന്റെ ഭാര്യയും അനിയന്റെ ഭാര്യയും പെങ്ങന്മാരും നാത്തൂന്മാരും കുട്ടികളും മക്കളും കൂട്ടുകുടുംബത്തോടെ ഇരിക്കാൻ. ഏതോ ഒരു പുരയെ അങ്ങോട്ട് കൊണ്ടുവന്നു. അവൾക്ക് ആരും വേണ്ട, അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, പെങ്ങന്മാരും വേണ്ട, പെങ്ങന്മാരുടെ മക്കളും വേണ്ട. ഇങ്ങനത്തെ ഒരു സാധനത്തിനല്ലേ മോളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? അവർക്ക് ആലോചിക്കാൻ വയ്യ. അമ്മേ, അതിന് നമ്മൾ എന്ത് ചെയ്യാനാ? ഏട്ടന് ആ ബന്ധം തന്നെ വേണമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടല്ലേ നമ്മൾ അത് നടത്തി കൊടുത്തത്. അല്ലെങ്കിൽ നമ്മൾ നല്ല തറവാട്ടിൽ പറഞ്ഞ പെമ്പിള്ളാരെന്നെ നോക്കി കെട്ടിച്ചേരുന്നില്ലേ? അതന്നെ അമ്മ പറഞ്ഞു വരുന്നത്. ഇപ്പൊ പെങ്ങന്മാരവൾക്ക് തീരെ വരണ്ട. അവളും മക്കളെയും കണ്ടുകൂടാ. നീ വരുമ്പോ അല്പം സ്നേഹമുണ്ട്. എന്തുകൊണ്ടാ?
നീ ഗൾഫുകാരന്റെ ഭാര്യയാണ്, വരുമ്പോ കുറേ പൈസ കൊണ്ടുവരും, വന്നു കഴിഞ്ഞാൽ ചിക്കനും മീനും സാധനങ്ങളും ഇഷ്ടംപോലെ അവിടെ വാങ്ങിയിട്ട് നീ പോകുന്നവരക്ക് നിന്റെ ചെലവിൽ അവിടെ എല്ലാവരും ഞങ്ങൾ കഴിയുന്നത്. അപ്പൊ അവൾക്ക് സന്തോഷമുണ്ട്. നീ ഒന്നുമില്ലാണ്ട് അവിടെ വന്നു നോക്ക്, അവൾക്ക് ഒരു വില നിനക്ക് അവള് തരില്ല. ആ മോള് വരണ്ട, നീ ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇവിടെ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ സമാധാനം. നീ മോൾ എന്തിനാ ദാരിദ്ര്യത്തിൽ വന്നിരിക്കുന്നത്? പിന്നെ ആ ചെറിയ കുട്ടിയല്ലേ അത്, അതിന്റെ വളയോ മാലയോ പിടിച്ച് വലിച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ കുട്ടിനെ അടിക്കുകയോ ചെയ്യുന്നത്? ഞങ്ങൾ എന്നോട് വിളിച്ച് പറഞ്ഞത് നിന്നെ അവർ പിടിച്ച് പുറത്താക്കുവാൻ അതിന്റെ മുന്നേ ഞാനിവിടെ കയറി വന്നത്. അമ്മയല്ലേ ഇപ്പൊ എന്നോട് ആ ഹോളിൽ വെച്ച് പറഞ്ഞത് ആ പെണ്ണിനെ ഇവിടുന്ന് പുറത്താക്കാൻ. അതാണ് എന്റെ മിടുക്കെന്നൊക്കെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് അമ്മ മാറ്റി പറയാ. ആ ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. പെട്ടെന്നല്ലേ എനിക്ക് ഓർമ്മ വന്നത് മോളെ. നിന്റെ ആങ്ങളുടെ ഭാര്യ, നിന്റെ ചേച്ചിന്റെ കുട്ടി വന്നപ്പോ നീ ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? അതന്നെ അവൾ അവിടെ ചെയ്തത്. അങ്ങനെ നോക്കുമ്പോഴോ നീയും അവളും സെയിമല്ലേ? അങ്ങനെ പാടുവോ പെൺകുട്ടികള്? അങ്ങനെ പാടില്ല. പെങ്ങന്മാരും പെങ്ങന്മാരുടെ മക്കളും എല്ലാവരും വേണം. കൂട്ടുകുടുംബത്തോടെ സന്തോഷത്തോടെ ഇരിക്കണം. ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അമ്മേ തെറ്റെന്റെ ഭാഗത്താലേ? എന്നാ പിന്നെ ഞാൻ വരുന്നില്ല കേട്ടോ. ആ തെറ്റ് നിന്റെ ഭാഗത്ത് തന്നെ, പിന്നെ പറയാനുണ്ടോ? എടി വിവരം കെട്ടവളെ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ ഭർത്താവ് ഗൾഫിൽ, കല്യാണം കണ്ടിട്ട് 1 വർഷമല്ലേ ആയിട്ടുള്ളൂ. അവർ 2 മാസം ഇരുന്ന് ഗൾഫിൽ പോയതല്ലേ. ഇവിടെ ഒരാൾ വരിക പോവുക ചെയ്യുമ്പോഴല്ലേ നിനക്കൊരു കുട്ടികളൊക്കെ വരുമ്പോൾ നിനക്കൊരു സന്തോഷമല്ലേ വേണ്ടത്? അവരെ നിന്റെ പെങ്ങന്മാരെ കൂട്ടി വലിച്ചിരിക്കാൻ നോക്ക്. അങ്ങനെയല്ലേ വേണ്ടത്? അപ്പൊ നിന്റെ അമ്മ എന്ത് ചെയ്യും? അവനോട് വിളിച്ച് പറയും, നല്ലൊരു പെൺകുട്ടിയാ മോനെ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു പറയും. അപ്പൊ ആ കുട്ടിക്ക് അവിടെ ഇരിക്കുമ്പോഴോ സമാധാനം കിട്ടും. ആ കുട്ടിനെ വിളിച്ചിട്ടേ കളിക്കാൻ നോക്ക് പഴയ പോലെ. നിന്റെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ അവിടുത്തെ, ആ സ്വഭാവം നീ കാണിക്കണ്ട. നല്ലൊരു കുടുംബത്തിലേക്ക് വന്നിരിക്കണം, അതിനനുസരിച്ച് ജീവിക്കാൻ നോക്ക്. ആ